പ്രധാനമന്ത്രി തന്റെ PM-ശ്രീ പദ്ധതി കൊണ്ടുവന്നതുകൊണ്ട് ഗുണമൊന്നുണ്ടായി. കേരള രാഷ്ട്രീയത്തിൽ LDF-ൽ CPM-നാണോ CPI-ക്കാണോ മേൽക്കൈ എന്ന് കുറച്ച് ദിവസത്തേക്കെങ്കിലും ഒരു തീരുമാനമുണ്ടായിരിക്കുന്നു. എല്ലാവരും പറയുന്നത് CPI തങ്ങളുടെ വലിയേട്ടനെ അവിടെ അടക്കിയിരുത്തി എന്നാണ്. ശരിക്കും എന്താണ് സംഭവിച്ചത്? CPI-ക്ക് മുന്നിൽ കടുത്ത സമ്മർദ്ദമായിരുന്നു. CPI-യുടെ അധ്യാപക സംഘടന അടക്കമുള്ള അവരുടെ സമ്മർദ്ദമായിരുന്നു. കാരണം ഒന്നും അറിയാത്തൊരു വിദ്യാഭ്യാസ നയത്തെപ്പറ്റി അത് ഘടകകക്ഷികൾ മുന്നണിയിൽ ഘടകകക്ഷികൾ പോലും ചർച്ച ചെയ്യാതെ, CPM പോലും ചർച്ച ചെയ്യാതെ, CPI-യിൽ ഒരു ചർച്ച പോലും കൊണ്ടുവരാൻ അനുവദിക്കാതെ ഇത് ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അതിന് CPI-യുടെ സംസ്ഥാന നേതൃത്വത്തിന് പങ്കുണ്ട്, അല്ലെങ്കിൽ അവരറിയാതെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം സംസ്ഥാന സർക്കാരും ഇത് ചെയ്തു കൂട്ടി എന്നാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? CPI-ക്ക് ഇവിടെ ഒരു രാഷ്ട്രീയപരമായ ഒരു മുൻതൂക്കം കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് ആർക്കാണ് ഗുണം? വോട്ടർമാർക്ക്. CPI ലക്ഷ്യം വയ്ക്കുന്ന ആ അണികൾക്കും വോട്ടർമാർക്കും തങ്ങളുടെ പാർട്ടി വലുതാണെന്ന് പറഞ്ഞു നടക്കാൻ ഒരു വിഷയമായി. CPI-ക്കാർക്ക് കുറച്ച് ദിവസത്തേക്കെങ്കിലും ഇത് വെച്ച് ആഘോഷിക്കാം. അതിനപ്പുറം എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. കാര്യം എന്താണ്? കാരണം ഇത് കേരളത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്തെ ഗതികേടിനെ സൂചിപ്പിക്കുന്ന ഒരു അവസ്ഥയാണിത്. കാരണം ഇനിയും വർഷങ്ങളേറെ ചെന്നാലും കേരളത്തിൽ അവർ തറ പറ എന്നൊക്കെ സ്ലേറ്റിൽ എഴുതി പഠിക്കേണ്ട ഗതികേട് വരും. അപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലെ PM-ശ്രീ ഏറ്റെടുത്ത മറ്റു സംസ്ഥാനങ്ങളിലെ സ്കൂളുകളിൽ കുട്ടികൾ IELTS പോലുള്ള വിദേശ ഭാഷകൾ അടക്കമുള്ള 5 മുതൽ 8 വരെ ക്ലാസ്സുകളിൽ അതുവരെ പഠിക്കേണ്ട അവസ്ഥ വരും. അതിനുള്ള ഭാഗ്യം അവർക്ക് കിട്ടും. അപ്പോഴും കേരളത്തിലെ കുട്ടികൾ ഇങ്ങനെ ബബ്ബ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ CPI-ക്ക് ഒരു വിഷമവും ഇല്ല. കാരണം അവർക്ക് നോവില്ല. അവർക്ക് വേണ്ടത് രാഷ്ട്രീയപരമായൊരു മൈലേജ് ആണ്. അതവർ നേടിയെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് നഷ്ടപ്പെടാൻ പോകുന്നത് കേരളത്തിലെ രക്ഷിതാക്കൾക്കാണ്, കുട്ടികൾക്കാണ്. കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലെങ്കിലും സർക്കാർ സ്കൂളുകളെ സംസ്ഥാന സർക്കാരിന്റെ സ്കൂൾ നയത്തിൽ അതിൽ വിശ്വസിച്ച് CBSE സ്കൂളിൽ നിന്ന് മാറ്റി സംസ്ഥാന സ്റ്റേറ്റ് സിലബസിൽ കുട്ടികളെ ചേർത്ത രക്ഷാകർത്താക്കൾക്ക് എന്തായാലും ഒരു അല്പം ദുഃഖിക്കേണ്ടി വരും. കാരണം തങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഇതാ മുരടി അങ്ങനെ മുന്നോട്ട് പോകും. കാരണം PM-ശ്രീ പദ്ധതി ഇവിടെ നടപ്പാക്കുന്നില്ല. PM-ശ്രീ പദ്ധതി എന്നാൽ കുറെ സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിച്ചു കൂട്ടി വിദ്യാർത്ഥികളെ അതിനകത്തിരുത്തി കുറെ കമ്പ്യൂട്ടറും ലാബും ഒക്കെ സെറ്റ് ചെയ്ത് വിദ്യാർത്ഥികളെ അറിവിന്റെ മറ്റേ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു പദ്ധതിയൊന്നുമല്ല. പക്ഷേ വിദ്യാർത്ഥികൾക്ക് വ്യക്തമായ സിലബസ്, അവർക്ക് വ്യക്തമായ പഠന രീതികൾ, പഠന സാമഗ്രികൾ ഇതെല്ലാം ഉറപ്പുവരുത്തുന്ന പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ ആ പദ്ധതിയിൽ കേരളത്തിൽ ലഭിക്കേണ്ടത് 4000 കേരളത്തിന് ലഭിക്കേണ്ടത് ഏതാണ്ട് 1500 കോടി രൂപയാണ്. മൊത്തത്തിൽ ആ തുക വരുമ്പോൾ നല്ലൊരു തുക വരും കേരളത്തിന് കിട്ടേണ്ടത്. ആ തുക കേരളത്തിൽ നിഷേധിക്കുകയാണ്. കാരണം CPI-യുടെ ഈ പിടിവാശി കാരണം കേരളം ആ തുക വേണ്ടെന്ന് വെക്കുകയാണ്. ഇവിടെ കഷ്ടപ്പെടാൻ പോകുന്നത് CPM-ഓ CPI-യോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളോ അല്ല, അല്ലെങ്കിൽ ഈ തലമുറയും അല്ല. ഇനി വളർന്നു വരാൻ പോകുന്ന ചെറിയ കുട്ടികളുടെ തലമുറ, ആ തലമുറയ്ക്ക് അന്യമാകും ഏറ്റവും പുതിയ ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇത് വിദ്യാഭ്യാസപരമായി സാമൂഹികപരമായി നോക്കിയാൽ ഇതൊരു വിദ്യാർത്ഥികളോട്, വിദ്യാഭ്യാസ രംഗത്തോട്, നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ നയങ്ങളോട് കാട്ടുന്ന ഒരു ചതി തന്നെയാണ്. എന്ത് തന്നെ ആയിക്കോട്ടെ, ഇപ്പോൾ പറയുന്ന CPI പറഞ്ഞ ന്യായം എന്താണ്? RSSന്റെ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കുന്നു, PM-ശ്രീയിലൂടെ അത് രാജ്യമൊട്ടക്ക് നടപ്പാക്കുന്നു എന്നാണ്. എന്താണ് RSS? അങ്ങനെയാണെങ്കിൽ അത് PM-ശ്രീ എന്നാണ് അതിന് പറയേണ്ടത്. അത് ഹെഡ്ഗാവാർ എന്നോ അല്ലെങ്കിൽ RSSന്റെ ആചാര്യന്മാരായ മറ്റുള്ള ഏതെങ്കിലും നേതാവിന്റെ പേരിൽ അതിന് വെക്കേണ്ടത്. അങ്ങനെയല്ലല്ലോ. പ്രധാനമന്ത്രി പേരിൽ വരുന്നത് രാഷ്ട്രത്തിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ബ്രാൻഡ് അംബാസഡർ ആകാൻ പോകുന്ന, രാജ്യത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ ബ്രാൻഡായി മാറാൻ പോകുന്ന ഒരു ടൈറ്റിൽ PM-ശ്രീ. ആ PM-ശ്രീ ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. അതിന്റെ അന്തസത്ത എന്തായാലും അത് RSSന്റേതായാലും BJP-യുടേതായാലും കൊണ്ടുവന്നത് കേന്ദ്ര സർക്കാരാണ്. രാജ്യത്തെ 14,500 സ്കൂളുകളിൽ ഘട്ടം ഘട്ടമായി ഇത് നടപ്പാക്കാൻ പോകുന്നു. ഇപ്പോൾ തന്നെ നമ്മുടെ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ ആ പദ്ധതി പ്രകാരം കുട്ടികൾ ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു. അപ്പോൾ വീണ്ടും ഈ കേരളത്തിലും തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും ഈ PM-ശ്രീ സ്വീകരിക്കാതെ മാറി നിൽക്കുന്ന ഈ 3 സംസ്ഥാനങ്ങളിലും, തമിഴ്നാടിന്റെയും ബംഗാളിന്റെയും കാര്യം ഇനി അറിയില്ല, പക്ഷെ കേരളത്തിന്റെ കാര്യത്തിൽ വീണ്ടും നമ്മുടെ വിദ്യാഭ്യാസ രംഗം പിന്നോട്ട് പോവുകയാണ്. ജോസഫ് മുണ്ടശ്ശേരി എന്ന നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണൻ, അദ്ദേഹത്തിന്റെ തലമുറയിൽ ആരെങ്കിലും ഇപ്പോൾ ഉണ്ടെങ്കിൽ അവർ പരിതപിക്കുന്നുണ്ടാകാം. കാരണം കേരളത്തെ ഇപ്പോൾ ഇടത് സർക്കാർ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അത്ര അഗാധമായ ഒരു ഗർത്തത്തിലേക്കാണ്. ഒന്നും അരക്ഷിതാവസ്ഥയിലേക്ക് എന്ന് കൃത്യമായി പറയാം. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് CPI തൽക്കാലത്തേക്ക് ഒരു മൈലേജ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നു. എന്താണ് ഇതിന് കാരണം? ഈ മാസം 9-നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഔദ്യോഗികമായി കാണുന്നതും ഈ PM-ശ്രീയിൽ ഒപ്പുവയ്ക്കാൻ കേരളം സന്നദ്ധത അറിയിക്കുന്നതും. അങ്ങനെ കഴിഞ്ഞ ആഴ്ച
നമ്മുടെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി വാസുകി IAS ഡൽഹിയിൽ ചെന്ന് ഇതിൽ ഒപ്പുവെക്കുന്നു. പക്ഷെ എന്താണ് സംഭവം? ഇടതു മുന്നണി കൺവീനർ TP രാമകൃഷ്ണനോട് മാധ്യമങ്ങൾ ആരാഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ പറ്റി അറിയില്ല. അദ്ദേഹം CPM സംസ്ഥാന സെക്രട്ടറി അംഗം കൂടിയാണ്. തീർന്നില്ല, CPIക്ക് വിവരം കിട്ടിയിട്ടില്ല, മറ്റ് CPI മന്ത്രിമാർക്ക് വിവരം കിട്ടിയിട്ടില്ല, സംസ്ഥാന മന്ത്രിസഭയിൽ ഇത് വെച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ എന്താകും അവസ്ഥ? വേണമെങ്കിൽ CPIക്ക് മുമ്പ് ഗോവയിൽ നടന്നൊരു സംഭവം പോലെ CPIക്ക് വേണമെങ്കിൽ ഇത് മന്ത്രിസഭയിൽ നടക്കാതെ മുഖ്യമന്ത്രി സർക്കാർ ഏകപക്ഷീയമായി നടപ്പാക്കുന്ന ഒരു നയമാണ്. ഇതിൽ തങ്ങൾക്ക് വിയോജിപ്പുണ്ട്, മന്ത്രിമാരെന്ന നിലയിൽ തങ്ങൾക്ക് 4 പേർക്ക് വിയോജിപ്പുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി മന്ത്രിമാർക്കും ഘടകകക്ഷിയായ CPIക്കും കോടതിയെ സമീപിക്കാം. ഇനി സംഭവിക്കാൻ പോകുന്നത്, സംസ്ഥാന സർക്കാർ ഒപ്പിട്ടു, അത് ആരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ഇപ്പോഴും വ്യക്തമല്ലെന്ന് പറയുന്നു. ഇടതു മുന്നണി അറിഞ്ഞിട്ടില്ല, CPM സംസ്ഥാന സെക്രട്ടറി ചർച്ച ചെയ്തിട്ടില്ല, CPI കൗൺസിൽ ചേരുകയായിരുന്നു, അവരറിഞ്ഞിട്ടില്ല, അവർ ചർച്ച ചെയ്തിട്ടില്ല, അവർക്ക് ഈ വിഷയം ചർച്ച ചെയ്യാൻ കൊടുത്തിട്ടില്ല. CPIയുടെ അധ്യാപക സംഘടന പറയുന്നതനുസരിച്ചിട്ടാണ് അവർ ഈ വിവരങ്ങൾ മൊത്തത്തിൽ അറിയുന്നതും. ആയിക്കോട്ടെ, പക്ഷേ ഇത്തരമൊരു സംഭവ വികാസത്തിൽ ഇങ്ങനൊരു കരാർ ഒപ്പിടാൻ പോകുമ്പോൾ എത്ര ചങ്കൂറ്റത്തോടെയാണ് പിണറായി വിജയൻ വിദ്യാഭ്യാസ മന്ത്രിയുമൊക്കെ ആ കരാർ ഒപ്പിട്ടതെന്ന് ഓർക്കണം. കാരണം ഏകപക്ഷീയമായ കരാറാണ്. 30 ദിവസത്തെ സമയപരിധി വേണം ഈ കരാറിൽ എന്തെങ്കിലും ഒരു പുനർവിചിന്തനം നടത്തണമെങ്കിൽ. അതിന് കേന്ദ്ര സർക്കാരിന് മാത്രമേ സാധിക്കുകയുള്ളൂ. സംസ്ഥാന സർക്കാരിന് ഒരു റോളും ഉണ്ടാകില്ല. ആ കരാറിൽ നിന്നും ഈ സംസ്ഥാനത്തെ പിൻവലിക്കണം, അല്ലെങ്കിൽ തങ്ങൾക്ക് കേരളമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനവുമായിട്ടോ ഈ കരാർ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഏക അവകാശം കേന്ദ്ര സർക്കാരിനാണ്. അടുത്തത്, സമവായത്തിലൂടെ മാത്രമേ, കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള സമവായത്തിലൂടെ 2 കക്ഷികൾ തമ്മിലുള്ള ഏതാണ്ടൊരു ഒത്തുതീർപ്പോടെ മാത്രമേ ഈ കരാറിൽ നിന്നും 2 കക്ഷികൾക്കും പിൻവാങ്ങാൻ പറ്റുകയുള്ളൂ. മറ്റൊരു കാര്യം, SSIയും സർവശിക്ഷ അഭിയാന്റെ ഫണ്ടും PM-ശ്രീ ഫണ്ടും തമ്മിൽ കേന്ദ്ര സർക്കാർ ആൾറെഡി ബന്ധിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ കേരളത്തിൽ ലഭിക്കേണ്ട SSIയിലെ 250-300 കോടി രൂപ അതിന് ലഭിക്കില്ല. ഈ കരാറുമായി കേരളം മുന്നോട്ട് പോയില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, കേരളത്തിന് ഇനി വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്ര ഫണ്ട് ഉണ്ടാകില്ല. കേരളം അതിന് തനത് ഫണ്ട് മറ്റെവിടെയെങ്കിലും നിന്നും വകമാറ്റി കണ്ടെത്തേണ്ടി വരും. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. എന്താണ് പഞ്ചാബിൽ സംഭവിച്ചത്? 2022 ഒക്ടോബറിൽ പഞ്ചാബ് സർക്കാർ ഇതേപോലെ കേന്ദ്ര സർക്കാരുമായി PM-ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചു. അടുത്ത വർഷം, 1 വർഷം തികയുന്നതിന് മുമ്പ് അവർ പിൻവലിഞ്ഞു. എന്നിട്ട് അവർ കോടതിയിലേക്ക് പോയി. അപ്പോൾ അവിടെ സുപ്രീം കോടതി പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് ഇതിനുള്ള അവകാശമില്ല. ഈ കരാറിൽ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെ 30 ദിവസത്തിനകം മാത്രമേ ഈ കരാറിൽ നിന്ന് പിൻവാങ്ങാൻ പറ്റുകയുള്ളൂ. കേന്ദ്ര സർക്കാർ പഞ്ചാബിലെ കുട്ടികൾക്ക് പഞ്ചാബിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ പദ്ധതി നടപ്പാക്കിയിരിക്കുമെന്ന് നിർബന്ധം പിടിച്ചാൽ അതിനെ സുപ്രീം കോടതിക്ക് അത് ഇടപെടാൻ പറ്റില്ല. അങ്ങനെ 2024 കഴിഞ്ഞ വർഷം പഞ്ചാബ് സർക്കാരിന് മനസ്സോടെ ഈ പദ്ധതിയിൽ ഒപ്പുവെക്കേണ്ടി വന്നു. ഇപ്പോൾ പഞ്ചാബിലെ സ്കൂളുകളും PM-ശ്രീ പദ്ധതി പ്രകാരം മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ കേരളത്തിലെ കേന്ദ്രീയ വിദ്യാലയങ്ങൾ മാത്രമാണ് PM-ശ്രീ ബോർഡ് വെക്കുന്നത്, അവരുടെ ബസ്സുകളിൽ PM-ശ്രീ എന്ന് ബോർഡ് വെക്കുന്നത്. അതൊക്കെ വെറും അടിസ്ഥാനപരമായ മറ്റ് ന്യായങ്ങളാണ്. അങ്ങനെ വച്ചില്ലെങ്കിലും ഒക്കെ വിദ്യാർത്ഥികൾക്ക് അതിന്റെ ഗുണം ലഭിക്കുന്നുണ്ടെന്ന് വ്യക്തമായിട്ട് ഓർക്കണം. പിന്നെ CPI വല്യേട്ടനെ അടിച്ചൊതുക്കി ഇരുത്തി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ CPI മുന്നണി വിട്ടു പോകാതിരിക്കാൻ, CPI നേരെ വേണമെങ്കിൽ കോടതിയിൽ പോകാതിരിക്കാൻ, രാഷ്ട്രീയപരമായ ചില പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ അതിൽ മുറുകെ പിടിക്കുന്ന CPI മുന്നണി വിട്ടു പോകാതിരിക്കാൻ, മന്ത്രിസഭയിൽ CPI മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ അത് വരാനിരിക്കുന്ന 1 മാസത്തിനകം വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിയെ സാരമായി ബാധിക്കുന്നുണ്ട്. പല മണ്ഡലങ്ങളിലും പല വാർഡുകളിലും എന്ന് വ്യക്തമായി അറിയാം. ഈ ബഹിഷ്കരണവും വിയോജിപ്പും ഒക്കെ പിന്നീട് 2026 മെയ്യിലെ നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ അതിലും ഇടതു മുന്നണിയെ ബാധിക്കുന്നുണ്ട്. കാരണം എന്തായാലും ഒരു വിട്ടുവീഴ്ച, ഒരു കൈവിട്ടുള്ള കളിക്ക് CPM-ഉം മുഖ്യമന്ത്രി പിണറായി വിജയനും തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് ഒരല്പം അഹങ്കാരത്തിന്റെ അല്ലെങ്കിൽ അഹന്തയുടെ പത്തി ഒരല്പം താഴ്ത്തി വെച്ചിട്ട് പിണറായി വിജയൻ ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടിയോടൊപ്പം ചേർന്നിട്ട് ഈ തൽക്കാലത്തേക്ക് ഈ കരാർ മരവിപ്പിക്കാനാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉഭയകക്ഷി ചർച്ചകളിൽ തീരുമാനമായിരിക്കുന്നത്. അതെങ്ങനെയാണ്? ഡൽഹിയിൽ നിന്നും പാർട്ടി കേന്ദ്ര സെക്രട്ടറി MA ബേബി CPIയുടെ കേന്ദ്ര സെക്രട്ടറി D രാജയുമായി ബന്ധപ്പെടുന്നു. അദ്ദേഹം MA ബേബി എന്നിട്ട് പിണറായി വിജയനുമായി ബന്ധപ്പെടുന്നു. MV ഗോവിന്ദൻ CPI സംസ്ഥാന സെക്രട്ടറി വിളിച്ചു വരുത്തുന്നു. അങ്ങനെ ഇവരെല്ലാം ചേർന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി മറ്റു നേതാക്കളുമായി ചർച്ച നടത്തുന്നു. ഒടുവിൽ ബിനോയ് വിശ്വം സമ്മതിക്കുന്നു. കാരണം എന്തിനാണ് ഒരു ഉപസമിതിയെ വയ്ക്കുന്ന മന്ത്രിസഭയിലെ CPI മന്ത്രിമാർ ഉൾപ്പെടുന്ന ഉപസമിതി, ആ ഉപസമിതി പഠിക്കും ഇതിലെ എന്തൊക്കെ നയങ്ങൾ നമുക്ക് സ്വീകരിക്കാം, സംസ്ഥാനത്തിന് എന്തൊക്കെ നയങ്ങൾ തള്ളിക്കളയാം എന്നൊക്കെ ആ ഉപസമിതി പഠിക്കും. അതുവരെ ഈ പദ്ധതി വേണ്ടെന്ന് വെക്കുകയല്ല. ഈ പദ്ധതി കരാർ മരവിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. പക്ഷേ
കേന്ദ്ര സർക്കാരിന് ഇതിലൊന്നും സംഭവിക്കാനിടയില്ല. കാരണം കേന്ദ്രത്തിന് 1500 2000 കോടി രൂപ കേരളത്തിന് SSA അടക്കം നൽകാനുള്ള ആ തുക കേന്ദ്രത്തിന് ഈ കരാർ നടപ്പാക്കിയില്ലെങ്കിൽ കേരളത്തിന് നൽകേണ്ട ഒരാവശ്യവുമില്ല. ഇനി കത്തിടപെടാൻ്റെ കാര്യമില്ല, കേന്ദ്രത്തിന് കത്തയച്ചിട്ട് കാര്യമില്ല. കാരണം ചെന്നൊപ്പിട്ട കരാർ അത് ഏകപക്ഷീയമായി റദ്ദാക്കാൻ കേരളത്തിന് യാതൊരു അവകാശവുമില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ നിന്നും ഈ തുക കിട്ടത്തുമില്ല. അപ്പോൾ ഇവിടെ അനുഭവിക്കാൻ പോകുന്നത് നമ്മുടെ കുട്ടികൾ തന്നെയാണ്. അവരിനിയും വർഷങ്ങളോളം കാലാകാലം നമ്മുടെ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ A for ആപ്പിൾ, B for ബോൾ, D for ഡോൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ PM3 കരാർ പ്രകാരം സ്വീകരിച്ച മറ്റ് സംസ്ഥാനങ്ങളിലെ സ്കൂളുകൾ കുട്ടികളൊക്കെ അവർ ഉയർന്ന നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടും. എന്തായാലും കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ്. രാഷ്ട്രീയപരമായി CPI മുന്നോട്ട് ഒരു വിജയം നേടിയേക്കാം. പക്ഷേ CPIയെ കാത്തിരിക്കുന്നത് ഇടതു മുന്നണിയിലെ വല്യേട്ടന്റെ ആ ക്ഷീണം വല്യേട്ടൻ എപ്പോൾ തീർക്കുമെന്ന് അവർ തക്കം പാർത്തിരിക്കും. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനെയും കൂട്ടരെയുമാണ് വേദനിപ്പിച്ചിരിക്കുന്നത്. TP രാമകൃഷ്ണൻ ഇടതു മുന്നണി കൺവീനറാണ്. അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മേൽ കുറ്റം ചുമത്തി ഒന്നും നിൽക്കാൻ CPIക്കും ആകില്ല. ഇടതു മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ലെങ്കിൽ അതിന് ഉത്തരം പറയേണ്ടത് ഇടതു മുന്നണി കൺവീനർ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് CPIയെ തൽക്കാലം അനുനയിപ്പിച്ചു, ഒരു സമവായത്തിലേക്ക് കൊണ്ടുവന്നു എന്നൊക്കെ പറയാമെങ്കിലും കടുത്ത പ്രതിഷേധത്തിലും അരിശത്തിലുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള മുതിർന്ന CPI നേതാക്കൾ. കാരണം തങ്ങൾ കൊണ്ടുവന്നൊരു പദ്ധതി, സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കൊണ്ടുവന്നൊരു പദ്ധതി, അതാണ് മന്ത്രി ശിവൻകുട്ടിയും ഈ കരാർ ഒപ്പുവെച്ച ശേഷം CPIയുമായുള്ള ചർച്ചകൾക്ക് ശേഷം പറഞ്ഞത്. കേരളത്തിലെ കുട്ടികൾക്ക് കേന്ദ്ര സർക്കാർ 1000-ൽ-പരം കോടി രൂപ നൽകുന്നുണ്ടെങ്കിൽ എന്തിനത് വെറുതെ കളയണം? അത് മറ്റൊരു പദ്ധതിക്ക് വേണ്ടി വകമാറ്റി ചെലവഴിക്കുന്നില്ല, വിദ്യാർത്ഥികൾക്ക് തന്നെയാണ്. സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാഭ്യാസം അത് പരിഷ്കരിക്കാനും സമഗ്രമായി കേന്ദ്ര വിദ്യാഭ്യാസ നയവുമായി ഒത്തുചേർന്നും മുന്നോട്ട് പോകുന്നതിനുള്ള നമുക്ക് സ്വീകാര്യമുള്ളത് സ്വീകരിക്കാം, അല്ലാത്തത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം പഠിപ്പിക്കാം. എന്തായാലും ഹെഡ്ഗേവാറിന്റെയും ഗോൾവക്കറിന്റെയും ഒന്നും ചരിത്രം പഠിപ്പിക്കുന്നില്ല സ്കൂളുകളിൽ. ബാക്കി നമ്മുടെ കേരളത്തിലെ സംസ്കാരത്തിനനുസരിച്ചുള്ള കുട്ടികൾക്ക് ആവശ്യമുള്ള എന്ത് കാര്യം വേണമെങ്കിലും പഠിപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈയൊരു മന്ത്രി എടുത്ത ഒരു നിലപാട് എല്ലാവരും അതിനെ ശ്ലാഘിച്ചതാണ്. പക്ഷേ CPI കടുപ്പിച്ചു നിന്നു. CPIക്ക് അതൊരു അവരുടെ ഒരു ഇമേജിന്റെ പ്രശ്നമായി മാറി, അഭിമാനത്തിന്റെ പ്രശ്നമായി മാറി. അതുകൊണ്ട് തന്നെ CPIയുടെ സംസ്ഥാന കൗൺസിലിൽ പങ്കെടുത്ത മിക്കവാറും വകകളും പറഞ്ഞത് സംസ്ഥാന സർക്കാരിന് CPIനെതിരെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകണം, ഒരു വിട്ടുവീഴ്ചയും ഇതിൽ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് CPI തങ്ങളുടെ നിലപാട് കടുപ്പിച്ചതും. പ്രത്യയശാസ്ത്രപരമായിട്ട് ഇതൊരു നയമാണ്. ഒരു നയത്തിൽ തീരുമാനമെടുക്കുമ്പോൾ പ്രത്യയശാസ്ത്രപരമായിട്ട് CPIക്കും CPMനും താല്പര്യമില്ലാത്ത RSSന്റെ ഒരു അജണ്ട അല്ലെങ്കിൽ കേന്ദ്ര കാവ്യവൽക്കരണത്തിന്റെ മറ്റൊരു ഭാഗമായി വരുന്ന ഈ ഒരു വിദ്യാഭ്യാസ നയം അത് സ്വീകരിക്കാനാകില്ല എന്ന് CPI വളരെ വ്യക്തമായി പറയുന്നു. അത് അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ മന്ത്രിസഭാ യോഗത്തിലേക്ക് ഇല്ല, അല്ലാതെ രാജിവെക്കില്ല എന്ന് CPI പറഞ്ഞിട്ടില്ല. മന്ത്രിസഭാ യോഗത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ CPMന്റെ അകത്തളങ്ങളിലൊക്കെ ചെറിയ ഭൂകമ്പങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു, ചെറിയ ചലനങ്ങൾ ആരംഭിച്ചു തുടങ്ങി. അതുകൊണ്ട് തന്നെ ഈ വിഷയം രമ്യമായി പരിഹരിക്കാൻ വേണ്ടി തന്നെയാണ് തലസ്ഥാനത്തിലായിരുന്ന CPM പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ മുഖ്യമന്ത്രി അടിയന്തരമായി വിളിച്ചു ചേർത്തതും രാവിലെ ചേരേണ്ടിയിരുന്ന മന്ത്രിസഭാ യോഗം വൈകുന്നേരത്തേക്ക് മാറ്റിയതും അതിനു മുമ്പ് CPI നേതാക്കളുമായി ചർച്ച ചെയ്തതും. എന്തായാലും ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ മുൻ പേജിൽ ഒരു 10 സെന്റിമീറ്റർ ചെറിയ കോളം വാർത്ത മാത്രമേ ഉള്ളൂ. ഇത് സംസ്ഥാന മന്ത്രിസഭ ഉപസമിതി ഈ കരാറിനെ പറ്റി പഠിക്കുമെന്നതിൽ അപ്പോൾ CPM അത്രമാത്രം ഒരു പ്രാധാന്യത്തോടെ ആ വാർത്ത ചുരുക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും വാർത്ത ചുരുക്കിയെങ്കിലും CPIയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി താൽക്കാലികമായി ആ കരാർ മരവിപ്പിച്ചെങ്കിലും CPM തങ്ങളോട് കാണിച്ച ഈ നടപടിയിൽ, ഈ പ്രവൃത്തിയിൽ തീരെ അനിഷ്ടമുണ്ട്. അത് ഏത് നിമിഷവും അവർ പുറത്തു കാട്ടിയേക്കും. കാരണം പക്ഷേ ആസന്നമായ 2 തിരഞ്ഞെടുപ്പുകൾ, ഡിസംബർ നടക്കാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പും അടുത്ത മാസം 2-3 മാസത്തിനകം അടുത്ത വർഷം നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും, ഇതിലൊക്കെ CPIയുടെ സഹായമില്ലെങ്കിൽ CPMന് പിടിച്ചു നിൽക്കാനാകില്ല എന്ന് വളരെ വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് അത് കോൺഗ്രസും BJPയും മുതലെടുക്കാൻ പാടില്ല എന്ന വ്യക്തമായൊരു തീരുമാനമുള്ളത് കൊണ്ടാണ് തൽക്കാലം CPI മിണ്ടാതിരിക്കുന്നത്. പക്ഷെ വരും ദിവസങ്ങളിൽ ഇതിന്റെ അലയൊലികൾ ഉണ്ടായേക്കാം. ഇടതു മുന്നണി യോഗത്തിൽ CPMന്റെ രോഷം മിക്കവാറും CPI പ്രതിനിധികൾ നേടേണ്ടി വരും. എന്തായാലും ഒക്കെ തങ്ങൾ തൽക്കാലത്തേക്ക് വിജയിച്ചു എന്ന ഒരു ആശ്വാസമാണ് CPIക്കുള്ളത്. തകർച്ചയിലായിരുന്ന ഒരു പാർട്ടിയെ അങ്ങനെ കൈപിടിച്ചുയർത്താൻ കരുത്തനായ ഒരു സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എന്ന സംസ്ഥാന സെക്രട്ടറി വന്നിരിക്കുന്നു എന്നൊരു വ്യാഖ്യാനം കൂടി അതിന് നൽകാം. കാരണം ഉറങ്ങിക്കിടക്കുന്ന, തളർന്നു കിടക്കുന്ന
CPI വിട്ടുപോകാൻ തയ്യാറായി നിൽക്കുന്ന അണികളെയും ഇടത്തരം നേതാക്കളെയും ഒക്കെ പിടിച്ചു നിർത്താനും അവർക്ക് പ്രാദേശിക യോഗങ്ങളിലും പ്രാദേശിക വേദികളിലുമൊക്കെ ഘോരഘോരം ഈ നയത്തിനെതിരാണ് തങ്ങളുടെ നിലപാട്, ഇടത് നിലപാട്, പ്രത്യയശാസ്ത്ര നിലപാട് വിജയിച്ചു എന്നൊക്കെ പറയാനൊക്കെ വളരെ എളുപ്പം സാധിക്കാവുന്ന ഒരു ഇടപാടാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. രാഷ്ട്രീയപരമായ ഒരു ഇടപാടെന്ന് അതിനെ പറയാം. ആ ഇടപാടിൽ വല്യേട്ടൻ മുട്ടുകുത്തിയിരിക്കുന്ന തൽക്കാലത്തേക്ക്. എന്തായാലും വല്യേട്ടൻ തളർന്നു വീണിട്ടില്ല, എഴുന്നേറ്റ് വരുമെന്ന് ഉറപ്പാണ്. അത് CPIക്കും അറിയാം, കുഞ്ഞനുജന്മാരായ CPIക്കും അറിയാം. തൽക്കാലം ഇടതു മുന്നണിയിൽ അത്ര പ്രബലരായ മറ്റ് ഘടക കക്ഷികൾ ഇല്ലാത്തതിനാൽ ഇവിടെ മത്സരം CPM-ഉം CPIയും തമ്മിലാകും. ഇനി കാത്തിരുന്ന് കാണേണ്ടത് നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടാകുന്ന പ്രാദേശികമായ സമവായങ്ങളിലും അതിനുശേഷം ഉണ്ടാകുന്ന വാഗ്വാദങ്ങളിലും ഒക്കെയാണ്. എന്തായാലും വിദ്യാഭ്യാസ രംഗത്തെ ഇത്തരം ഒരു കടുത്ത നിലപാട് CPI എടുത്തതും അതിന് റാൻമുളാൻ CPM തയ്യാറായത് കൂടി സംസ്ഥാനത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് കച്ചട സഭയിലേക്ക് തകർന്നു വിട്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച